ഒരു ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതുപോലെ എടുത്ത് നിരത്തി വയ്ക്കുക. ശേഷം പൊത്തലില്ലാന്ന് ഉറപ്പുവരുത്തി ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെള്ളം വയ്ക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം ഞാൻ മറന്ന സാധനം തന്നെ പറയാം, ഉപ്പിട്ടുകൊള്ളുക. ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, സ്ക്യൂസ് ഓഫ് ലെമൺ, ഒരു ലെമൺ സ്ലൈസും കൂടെ ഇട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന റോസ് കൈമ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലേക്ക് ഇടുക. കൈമ അരി തീയുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന സമയം നമുക്ക് മസാലയിലേക്ക് കിടക്കാം. ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും. ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതിലേക്ക് പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും. അപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ എടുത്തിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മസാല അതിലേക്ക് വെക്കുക. ബാക്കി മൊത്തം എടുത്ത് തട്ടിക്കളയരുത്. ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുക, ആവശ്യമുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മീനിലേക്ക് പുരട്ടി പിടിപ്പിക്കുക. എല്ലാ മസാലയും പിടിച്ചു കഴിയുമ്പോൾ ഏകദേശം ഇത് നമുക്കൊരു പച്ച മയത്തിലിരിക്കും. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയും മുന്തിരിയും സവാളയൊക്കെ മൂപ്പിച്ച് വയ്ക്കാം. ഇതിൽ നമുക്ക് സവാള മൂപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കതിൽ മൂപ്പിക്കാം. സവാള മാക്സിമം നൈസായിട്ട് അരിഞ്ഞ് അതിനൊന്ന് ഞവടി കൂട്ടിയെടുത്താൽ ഇതുപോലെ പടപട നമുക്ക് പണി കഴിയും. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കി മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കുമ്പം തീരെ ഹാർഡും ആയി പോകരുത്, എന്നാൽ തീരെ ഷാലോ ഫ്രൈയും ആയി പോകരുത്. രണ്ടിൻ്റെ ഒരു ഇടത്തരത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ വന്നിട്ട് നല്ല മോത മീനാണ് കേട്ടോ, മോത. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാല ഉണ്ടാക്കാനും ബിരിയാണി വെക്കാനായിട്ടുള്ള ചെമ്പെടുത്തിട്ട് അത് ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പൊരിക്കാനൊക്കെ ഉപയോഗിച്ച ആ എണ്ണയും നെയ്യും കൂടെ കലർന്ന അതും കൂടെ നമുക്ക് ഒഴിക്കാം. ലാഭകരവുമാകും, ഉപയോഗവും ഉണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കൂടെ കിട്ടുകയും ചെയ്യും.